അഹമ്മദ് മാഷേ, ഉം. ഏതാണ്ട് 1 കോടിയോളം മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. ഉം. അവരുടെ സെക്കൻഡ് ഹോം എന്ന് പറയുന്ന രണ്ടാമത്തെ തറവാടാണ് ആ രാജ്യങ്ങൾ. ആ രാജ്യങ്ങളിൽ ഉള്ളവരെല്ലാം നെഞ്ചിടിപ്പോടെ ഭീതിയോട് വീടുകളിൽ അവരുടെ കൂടുകളിൽ അടച്ചിരിക്കുന്നു. പുറത്തേക്ക് പോകാൻ പറ്റില്ല. വിമാന സർവീസുകളുടെ കാര്യത്തിൽ അനിശ്ചിതത്വം. ചില വിമാനങ്ങൾ അങ്ങോട്ട് പോയത് തിരിച്ചു വിടുന്നു. ആകാംക്ഷ. തീയാണ്, ഉള്ളിൽ തീ പുകയാണ്. തീ പുകയുന്ന അമേരിക്കയുടെ കപ്പലുകളിലോ തുറമുഖങ്ങളിലോ മാത്രമല്ല, അവരുടെ ഉള്ളിലും. അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളുടെ നെഞ്ചിലും തീയാണ്. അവരുടെ ഉള്ളിലെ എല്ലാം ചിന്ത ഇതെങ്ങോട്ടാണ്, ഇതെങ്ങനെ അവസാനിക്കും, വല്ല അവസാനവും ഉടനെ ഉണ്ടാവുമോ, എന്തായിരിക്കും ഇതിൻ്റെ രൂപമാറ്റം, ഒരു പരിണാമം എന്തായിരിക്കും ഉണ്ടാക്കുക? അല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ആശങ്കകളോടെ ഊഹങ്ങളോടെയുള്ള കമൻസേ പറ്റുള്ളൂ. യുദ്ധത്തിൻ്റെ ഒരു ഗതി അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഈ യുദ്ധത്തെക്കുറിച്ച് നമുക്ക് ഈ പ്രവചിക്കാൻ പ്രയാസമുള്ള കാര്യം, ഈ യുദ്ധത്തിന് 2 തലമുണ്ട്. സാധാരണ യുദ്ധങ്ങൾക്ക് ഒന്നുകിൽ രാഷ്ട്രീയ മുഖം അല്ലെങ്കിൽ സാമ്പത്തിക മുഖം ഉണ്ടാവുക. ഈ യുദ്ധത്തിന് വംശീയ മുഖം കൂടിയുണ്ട്. ഈ വംശീയ മുഖത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ഉഗ്രപ്രതികാരത്തിൻ്റെതാണ്. ഗോത്രകലാപങ്ങളുടെ രീതി എന്താണെന്ന് വെച്ചാൽ പകയും ഒരിക്കലും തീരാത്ത പ്രതികാരദാഹമായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഷിയ വംശം മുസ്ലിങ്ങൾക്കിടയിൽ സാറിന് അറിയായിരിക്കും, ന്യൂനപക്ഷം ഏതാണ്ട് 163 കോടി 165 കോടിയോളം മുസ്ലിങ്ങളുടെ ലോകത്ത്. ആകെ മുസ്ലിങ്ങളുടെ ഒരു 5% അത്രേ വരുള്ളൂ. പക്ഷെ അത് മതി. അവർക്കാണ് ഈ പറഞ്ഞ വംശീയവും ഈ ആത്മഹത്യാപരമായ എന്താ പറയുക ചാവേർ വികാരമുള്ളത് അവർക്കാണ്. അവർക്ക് അപ്പോൾ അവരുടെ പരമോന്നത നേതാവാണിപ്പോൾ ഇറാനിൽ കൊല്ലപ്പെട്ടത്, ആയത്തുള്ള ഖാംനെയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബസമേതം കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ രാജ്യത്തിന് എന്ത് ലാഭം നഷ്ടം എന്നതല്ല, തൻ്റെ വംശത്തിന് വേണ്ടി ഷഹീദാവുക, രക്തസാക്ഷിയാവുക, എന്നിട്ട് വീരസ്വർഗം അങ്ങനെ പ്രാപിക്കുക എന്നുള്ളതാണ് ഇവരുടെ അജണ്ട. അപ്പോൾ അത് ഒരു തലമുണ്ട്. ഇപ്പുറത്താണെങ്കിൽ ഇതേ വംശീയ വികാരം സൂക്ഷിക്കുന്ന ഒരു എത്നിക് കമ്മ്യൂണിറ്റിയാണ് ജ്യൂസ്. അവർക്കും അതുണ്ട്, വംശീയമായ വികാരമുണ്ട്. അപ്പോൾ ഈ 2 വംശീയ വികാരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ ഇവർ ചെയ്തതിന് ഇപ്പോൾ വേണമെങ്കിൽ ഇസ്രായേൽ ഇതുവരെ ഇറാനോട് ചെയ്ത കാര്യങ്ങൾക്ക് ന്യായമുണ്ട് പറയാൻ, അവരുടെ പക്ഷത്ത് നിന്ന് കൃത്യമായ ന്യായമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം 10-75 കൊല്ലമായി 1948 തൊട്ട് ആ രാജ്യത്തിൻ്റെ സമാധാനം കെടുത്തുന്നതിൽ അറബ് രാജ്യങ്ങൾക്ക് മൊത്തം പങ്കുണ്ട്. അറബ് രാജ്യങ്ങൾ പതുക്കെ ഒന്ന് ഒതുങ്ങിയ ഘട്ടത്തിൽ ആ പണി ഏറ്റെടുത്തത് ഇറാനാണ്. പ്രത്യക്ഷമായും പരോക്ഷമായും. പ്രത്യക്ഷമായി ഉള്ളതിലേറെയാണ് പ്രോക്സി വാർ, ഈ പരോക്ഷമായ യുദ്ധം. അവരാണ് ഈ ലോകത്തിലെ പല രാജ്യങ്ങൾക്കും പല പേരിൽ ഭീകരവാദികളെ ഇറക്കിവിട്ടത്. അവരാണ് ഇസ്രായേലിൻ്റെ സമാധാനം കെടുത്തുന്നത്. അതൊക്കെ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെല്ലാം കൂടിയുള്ള കണക്കാണ് ഇപ്പോൾ അവർ തീർത്തത്. ഇത്രയും കാലത്ത് കൊടുത്തുകൊണ്ടിരുന്നു, കൂട്ടക്കൊലകൾ നടത്തിക്കൊണ്ടിരുന്നു, ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം ഏറ്റവും പരമോന്നത നേതാവിനെ തന്നെ വകവരുത്തിയിരിക്കുന്നു. വകവരുത്തുമ്പോൾ സംഭവിക്കുന്നത് അത് തീർച്ചയായിട്ടും ഇനി ഇറാൻ തോറ്റാലും ജയിച്ചാലും അവർക്ക് പ്രതികാരം ചെയ്തേ തീരൂ എന്നുള്ള അവസ്ഥയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഉള്ള ചർച്ചകളിലൊന്നും അവരില്ലല്ലോ. അവർ പറയുന്ന മിണ്ടരുത്, ഞങ്ങളോട് സമാധാനം പറയരുത്, ഞങ്ങളോട് വെടിനിർത്താൻ പറയരുത്, ഞങ്ങളോട് യുദ്ധം അവസാനിപ്പിക്കാൻ പറയരുത്, ഞങ്ങളോട് ഇതിൻ്റെ കോൺസിക്വൻസസ് പറയരുത്, ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യണം എന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങൾ ഇനി അതിൻ്റെ അടുത്ത ഘട്ടമാണ്. ഈ വംശീയമായ ഒരു തലം ഉള്ളത് കൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ഇതെപ്പോൾ അവസാനിക്കും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. സാധാരണ യുദ്ധങ്ങളുടെ കണക്കുകളും ഡാറ്റയും അതിൻ്റെ ഗതിവിഗതികളും അതിൻ്റെ റൂട്ട് മാപ്പും ഒന്നും നോക്കിയിട്ട് നമുക്ക് പറയാൻ പ്രയാസമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് വളരെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു ശക്തിയാണ് അമേരിക്ക. അമേരിക്ക ഈ യുദ്ധത്തിൽ കക്ഷി ചേരുന്നതിന് ഒരു ന്യായവുമില്ല. പണ്ട് ന്യായം ഉണ്ടായിരുന്നു എന്ന് പറയാം. എന്താണത്? ഇസ്രായേൽ എന്ന രാജ്യത്തിന് UN അംഗീകാരം കൊടുത്തപ്പോൾ ആ അംഗീകാരം കൊടുത്തു എന്ന പേരിൽ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ അവരാണെങ്കിൽ അന്ന് പിച്ച വെച്ച് തുടങ്ങുന്ന ഒരു രാജ്യമാണ്. അവർ വളരെ ദുർബലമാണ്. ലോകത്തെങ്ങുമുള്ള ജൂതന്മാർ വന്ന് ഒരു ഒഴിഞ്ഞ മരുപ്രദേശത്ത് ഒത്തുകൂടി എന്നല്ലാതെ അവരുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അമേരിക്കയുടെയും UK ഒക്കെ പിന്തുണ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു, ബ്രിട്ടൻ്റെയൊക്കെ. ആ പിന്തുണ കൊടുത്തതും ശരിയാണ്. ഇന്ന് അമേരിക്കയേക്കാൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ. ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണ ആവശ്യമില്ല. ഇസ്രായേലിനെ ഇപ്പോൾ അമേരിക്ക സഹായിക്കുന്നത് എന്തിനാ? അമേരിക്കയുടെ കണ്ണെന്താ? അമേരിക്ക എത്രയോ കാലമായിട്ട് ഇറാന്റെ എണ്ണ കാത്തിരിക്കുകയാണ്, എണ്ണ ഊറ്റാൻ കാത്തിരിക്കുകയാണ്. 8 കൊല്ലം ഓർമ്മയില്ലേ? 8 കൊല്ലം സദാം ഹുസൈൻ്റെ കൂടെ ചേർന്നിട്ട് ഇറാഖിനെ കൊണ്ട് തല്ലിച്ചു ഇറാനെ.
അത് അവസാനം ഇവിടെ എത്തി. അമേരിക്കക്ക് തോറ്റു പിൻവാങ്ങേണ്ട അവസ്ഥ. സദാം ഹുസൈനെ വകവരുത്തിയെങ്കിലും അമേരിക്കയിൽ തന്നെ അതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ കണ്ണെന്താ? അമേരിക്കയുടെ കണ്ണ് എണ്ണയിലാണ് അവരുടെ കണ്ണ്. അതിൽ കുറഞ്ഞൊന്നുമില്ല. ഇനി അപ്പോൾ ഇതിൽ ഇപ്പോൾ ചില ആളുകൾ ഈ മതമൗലികവാദികൾ ഈ യുദ്ധത്തെ വർഗീയമായി ഉപയോഗപ്പെടുന്നുണ്ട്, വല്ലാത്ത വെറിയോടുകൂടി. അപ്പോൾ കഴിഞ്ഞ ദിവസം നടക്കുന്നൊരു ക്യാമ്പയിൻ എന്താ വെച്ചാൽ ജൂതന്മാർക്കെതിരെ ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം നടക്കുന്നു. അപ്പോൾ അതിനകത്ത് ക്രിസ്ത്യാനികൾ കൂടി കക്ഷി ചേർന്നു എന്നാണ്. ആരാ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അമേരിക്ക കക്ഷി ചേർന്നപ്പോൾ ഒരു ക്രിസ്ത്യൻ രാജ്യം ജൂതരാജ്യത്തിന്റെ കൂടെ ചേർന്ന് ഇസ്ലാമിക രാജ്യത്തെ ആക്രമിക്കുന്നു. വർഗീയമാക്കി. എന്ത് വർഗീയമാക്കും എന്ന് ആലോചിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിന്റെ 2 ആഴ്ച നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു പാതിരാക്ക് പോയിട്ട് മഡുറോ എന്ന ഭരണാധികാരിയെ വെനിസുലയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയില്ലേ അമേരിക്കൻ ഗവൺമെന്റ്? വെനിസുല എന്ന രാജ്യത്തെ 80% ക്രിസ്ത്യാനികളാണ്. അപ്പൊ എന്തിനാ ക്രിസ്തു രാജ്യത്തെ ആക്രമിക്കാൻ പോണത്? മറ്റൊരു ക്രിസ്തു രാജ്യം. അപ്പൊ അതിന്റെ കാര്യം എന്താ? വെനിസുലയിൽ എണ്ണ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമേരിക്കയ്ക്ക് എന്ത് അധികാരമുള്ളത്? ഇറാനുകാരെ വെനിസുലയ്ക്ക് നേരെ ചെയ്ത് അവിടെ അവർ വിജയിച്ചു. വെനിസുല പോലെ അല്ല എന്നൊരു കണക്കൂട്ടിൽ അവർക്ക് വേണ്ടതല്ലേ? മിസ്കാൽക്കുലേഷൻ ഉണ്ടായില്ലേ ഇറാനെതിരെ? ഇപ്പോൾ നോക്കൂ, F-15 എന്ന് പറയുന്ന അവരുടെ അഭിമാന വിമാനം വെടിവെച്ച് തകർത്തില്ലേ? അപ്പോൾ അവരുടെ 3 വിമാനങ്ങൾ കുവൈറ്റ് ഫ്രണ്ട്ലി സൗഹൃദമായിട്ട് സൗഹൃദ യുദ്ധം എന്ന് പറഞ്ഞൊരു യുദ്ധമുണ്ടോ? തോറ്റു തുന്നം പാടിയല്ലേ അവർ 3 വിമാനങ്ങൾ. അതുപോലെ തന്നെ അമേരിക്കയുടെ മിസ്കാൽക്കുലേഷൻ മൂലം അവർക്ക് അബദ്ധം പറ്റി, അവരുടെ പൗരന്മാർ മരിക്കുമെന്ന് വിചാരിച്ചില്ല. വമ്പിച്ച നഷ്ടം ടെൽ അവീവിലും ഉണ്ടാക്കിയിട്ടുണ്ട്, ഹൈഫ തുറമുഖത്തും ഉണ്ടായിട്ടുണ്ട്. ഇറാൻ എന്ന് പറയുന്നതിൻ്റെ ശക്തി അസസ് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ആരാണ് ഇയാൾക്ക് ആ ട്രംപ് എന്ന് പറയുന്ന ആ ഭ്രാന്തന് അധികാരം കൊടുത്തത്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. തീർച്ചയായിട്ടും ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു. ഈ യുദ്ധകാലത്ത് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇസ്രായേലിനും ഇറാനും തമ്മിൽ വേണമെങ്കിൽ ന്യായം പറയാൻ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് യുദ്ധത്തിന്. ചരിത്രപരമായ കാരണങ്ങളുണ്ട്, വർത്തമാനകാലത്തെ കാരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അമേരിക്ക ഈ യുദ്ധത്തിൽ കക്ഷി ചേർന്നതിന് എന്ത് ന്യായമുണ്ട്? ആ ചോദ്യം വളരെ പ്രധാനമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സാറ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യുദ്ധത്തിൽ എസ്റ്റിമേഷൻ എല്ലാവർക്കും തെറ്റിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഓർക്കേണ്ട കാര്യം, പഴയ ഇസ്രായേൽ അല്ല പുതിയ ഇസ്രായേൽ. അമേരിക്കയുടെ പോലും റഡാറിൽ വീഴാതെയാണ് ഇപ്പോൾ പുതിയ വാർത്തകൾ അനുസരിച്ച് അമേരിക്ക പോലും ഞെട്ടിപ്പോയി എന്നാണ്. അതായത് ലോകത്തിൽ ഇറാൻ പോലെ ഒരു രാജ്യത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സുരക്ഷയിലായിരിക്കുമല്ലോ കാംനേയും കൂട്ടരും താമസിച്ചത്. ആ കൊട്ടാരത്തിന് കൃത്യമായി ചെന്ന് പരിസരത്ത് ഒന്നും വീഴാതെ കൃത്യമായി ആ കൊട്ടാരം തകർക്കാൻ പറ്റി കുടുംബസമേതം. എന്ന് പറഞ്ഞാൽ എസ്റ്റിമേഷൻ അപ്പുറത്തും തെറ്റിയിട്ടുണ്ട്, അമേരിക്കക്ക് പോലും തെറ്റിയിട്ടുണ്ട്. ഒന്ന്. ഇനി കൃത്യമായിട്ട് ഇറാന്റെ കയ്യിൽ ഇത്രയേറെ സംവിധാനങ്ങളുള്ള കാര്യം, അത്യന്താധുനികമായ സംവിധാനങ്ങളുള്ള കാര്യം ഇറാൻ ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ കയ്യിലുള്ളത് പ്രയോഗിച്ചിട്ടില്ല, പഴയത് മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ എന്നാണ്. ഒന്ന്. അങ്ങനെ ആകുമ്പോൾ ഇതിന് വേറെ തരം കൂടിയുണ്ട്. ആരായിരിക്കണം ഈ ഘട്ടത്തിൽ ഇറാനെ ഇപ്പോൾ സഹായിക്കാൻ? ഗൾഫ് രാജ്യങ്ങളില്ല. പണ്ടും സുന്നി ഷിയ തർക്കം ഉള്ളതുകൊണ്ട് ലോകത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിം രാജ്യങ്ങളും ഇറാനെ സഹായിക്കാനില്ല. പണ്ട് ഇറാനെ സഹായിക്കാൻ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ സോവിയറ്റ് യൂണിയനും ഇല്ല. സോവിയറ്റ് യൂണിയൻ ഇല്ലാതെ പോയെങ്കിലും ഇറാന് ഗണ്യമായ സഹായം കിട്ടുന്നുണ്ടല്ലോ. അതെ. അതാരായിരിക്കണം കൊടുക്കുന്നത്? ചൈന കൊടുക്കുന്നുണ്ടാവാം, റഷ്യ കൊടുക്കുന്നുണ്ടാവാം. സൈപ്രസിലെ ഇഷ്യൂ വന്നപ്പോൾ അത് വെളിവാകുന്നുണ്ട്. സൈപ്രസിലെ ഇഷ്യൂ വന്നാൽ എന്താ സംഭവിക്കുക? യൂറോപ്യൻ യൂണിയൻ നിലപാടെടുക്കേണ്ടി വരും. അതെ. ഇപ്പൊ യൂറോപ്പിൽ തന്നെയുള്ള സ്പെയിൻ പറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ താവളം അവിടെ നിന്ന് മാറ്റിക്കോളാൻ പറഞ്ഞു. കാരണം ഇവിടെ എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയൻ പുതിയ സാഹചര്യത്തിൽ, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തില്ല, പുതിയ സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുടെ കൂടെ നിൽക്കില്ല, അപ്പുറത്ത് നിൽക്കും. അപ്പോൾ ഫലത്തിൽ എന്താ സംഭവിക്കാൻ പോണത്? 200-210 രാജ്യങ്ങളുണ്ട്. ഈ ലോകമഹായുദ്ധം എന്ന് പറയുന്നതിന്റെ ഒരു ഡെഫിനിഷൻ എന്താണ് നമുക്കറിയാം. ലോകത്തിലെ പകുതി രാജ്യങ്ങളെങ്കിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ നിലപാടെടുത്താൽ മതി. ഇപ്പൊ ഈ അഭിപ്രായം പറഞ്ഞല്ലോ, സ്പെയിൻ അഭിപ്രായം പറഞ്ഞതുപോലെ അവൻ ശരിയാണ് ഇവൻ ശരിയല്ല എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഇതൊരു ആഗോള യുദ്ധമാകും. അപ്പോൾ ഒരു ആഗോള യുദ്ധത്തിലേക്ക് പോകുമോ എന്നതാണ് ഇതിന്റെ ഒരു ആശങ്ക. അല്ല, അതിന് ഉപോത്ബലകമായി ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. ബെലോറസ് കൂടി ഒരു യുദ്ധം നേരത്തെ തന്നെ അവരുടെ ബേസ് റഷ്യക്ക് കൊടുത്തതാണ് ഉക്രൈനെ ആക്രമിക്കാൻ. ഇപ്പോൾ ബെലോറസിന്റെ ഒരു പങ്കെടുക്കൽ കൂടി ഇല്ല. ഇപ്പൊ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിൽ യൂറോപ്പ് എനിക്ക് തോന്നുന്നു നല്ല അവസരം കാത്തു നിൽക്കുകയായിരുന്നു. യൂറോപ്പ് ഒരു പക്ഷേ ഈ അവസരം നന്നായിട്ട് വിനിയോഗിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കക്കെതിരായി ഇപ്പോൾ ഒരു കാര്യം വന്നിരിക്കുന്നത് എന്താ? അമേരിക്കയുടെ ബേസ് ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയുണ്ടോ ആ ബേസുകളൊക്കെ ആക്രമിക്കുകയാണ്. ഇറാൻ വേറൊരു സ്ട്രാറ്റജി കൂടി പറഞ്ഞു. ആക്രമിക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞു, ഞങ്ങൾ ആക്രമിക്കുന്നത് ഒന്നും നിങ്ങളെ അല്ല, സിവിലിയൻസിനെ ആക്രമിച്ചിട്ടില്ല, മറിച്ച് ആക്രമിച്ചത് US-ഉം പിന്നെ ഇവരും കൂടിയാണ്, ഇസ്രായേലും കൂടി. 185
കുഞ്ഞു 7-നും 9-നും ഇടയ്ക്ക് വയസ്സുള്ള പെൺകുട്ടികളെയാണ് കൊന്നത്. നിഷ്ഠുരം. പക്ഷേ ഇന്ന് വരെ സിവിലിയൻ ടാർഗറ്റ്സ് ഇറാൻ ഇതുവരെ ഇറാൻ ചെയ്തിട്ടില്ല. സത്യത്തിൽ ഒരു യുദ്ധ മാതൃക എന്ന നിലയിൽ ഇപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ഈ കഴിഞ്ഞ 1-2 ദിവസം രാവും പകലും നടക്കുന്ന യുദ്ധത്തിന്റെ കണക്കെടുക്കുമ്പോൾ യുദ്ധ മാതൃകയിൽ നമുക്ക് ഇറാനെ ആദരിക്കേണ്ടി വരും. ഇറാൻ സ്വീകരിക്കുന്ന നിലപാട് ഇത്രയൊക്കെ ഭീകരമായ പ്രകോപനം ഉണ്ടായിട്ടും അവർ ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, അവർ അറബ് കൺട്രീസിനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെയൊക്കെ നെഞ്ചിനകത്ത് നിങ്ങൾ നെഞ്ചു വിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അമേരിക്കക്ക്. ആ അമേരിക്കൻ നിങ്ങളുടെ ഉള്ളിലെ ആൻ അമേരിക്ക വിത്തിൻ സൗദി അറേബ്യ, ആൻ അമേരിക്ക വിത്തിൻ UAE, ആൻ അമേരിക്ക വിത്തിൻ കുവൈറ്റ്, ഞങ്ങൾ അവിടെ ആക്രമിക്കുന്നുള്ളൂ. ഇപ്പൊ ഇന്നലെ ആക്രമിച്ചത് എവിടെയാ? ആക്രമിച്ചത് അരാംകോ ആണ്. അരാംകോ എന്ന് പറഞ്ഞാൽ അറബ് അമേരിക്കൻ സൗദി അറേബ്യയുടെ അഭിമാനമാണത്. അമേരിക്കയാണ് സാധനം ടെക്നോളജി അവിടെ ആക്രമിച്ചു. റാസ്താനൂരയിലെ ഓയിൽ കമ്പനി ആക്രമിച്ചു. ഒമാനിലെ കപ്പലിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ കുവൈറ്റിൽ ആക്രമിച്ചു. LNG ബേസ് പോയി. ഒമാനിലാണ് ഏറ്റവും വലിയ LNG ബേസ് ഉള്ളത് അവിടെ അല്ലേ, അത് തകർത്ത് കളഞ്ഞു. ഇപ്പൊ വേറൊരു ട്വിസ്റ്റും കൂടെ വന്നു. ജോർജ് വാൻസ് പറയുന്നത്, നേരത്തെ പറഞ്ഞ അമേരിക്കയുടെ താല്പര്യം ഇപ്പൊ തോറ്റു തുന്നം പാടിയപ്പോ പറയുകയാണ് ലോക താല്പര്യത്തിന് വേണ്ടി ഞങ്ങളെന്ന്. സാറ് ചോദിച്ച ചോദ്യം വളരെ പ്രധാനമാണ്. ഈ ലോക താല്പര്യം സംരക്ഷിക്കാൻ ഈ ഭ്രാന്തനെ ആരാണ് ചോദിച്ചത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും ഇതിൽ ഒരു കാര്യമുണ്ട് സാർ. പുതിയൊരു ലോക അവബോധം വെച്ച്, ജിയോ പൊളിറ്റിക്കൽ അവയർനെസ് വെച്ചിട്ട് ഈ യുദ്ധകാലത്ത് ഇപ്പൊ ഇസ്രായേലിനെ പിന്തുണക്കുന്നവരും ഇറാനെ പിന്തുണക്കുന്നവരും ഐകകണ്ഠ്യേന അമേരിക്കയെ അപലപിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടെ അപ്ഡേറ്റ് ഉണ്ട്. അതായത് ബർഗ്രാജി പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ അല്ല ഗൾഫ് രാജ്യങ്ങളോട്, നിങ്ങളുടെ നാട്ടിലുള്ള അമേരിക്കൻ ബേസുകളെയാണ് ആക്രമിക്കുന്നത്. ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ പേട്രിയോട്ട് മിസൈലുകൾ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് അവരുടെ സിവിലിയൻ ഏരിയൽസിലേക്ക് വീണിട്ടാണ് ഏഷ്യക്കാർ ഉൾപ്പെടെ മരിക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ 3 പേര് ഞങ്ങൾ പ്രതികാരം ചെയ്യുന്ന അമേരിക്കക്കാരുടെ ജീവന് മാത്രമേ വിലയുള്ളൂ, ഇന്ത്യക്കാരുടെ ഏഷ്യക്കാരുടെ ജീവന് വിലയില്ലേ? അപ്പൊ ഈ 2 കാര്യങ്ങൾ സംഭവിക്കും സാർ. സംഭവിക്കാൻ പോകുന്നത് ഈ ഇന്ത്യയെ, അടുത്ത ചോദ്യം അതാണ്. ഇത് ഇന്ത്യ ഒന്നിപ്പോ ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ഇത് ബാധിക്കും. ലോകത്തിലാകെ ഇപ്പോൾ ഹോർമൂസ് കടലിലേക്കൊക്കെ അടക്കുന്നതോടുകൂടി ലോകത്തിലാകെ ഇൻഫ്ലേഷൻ ഉണ്ടാവും, വലിയ തോതിൽ വിലക്കയറ്റം ഉണ്ടാവും. ആഗോള യുദ്ധകാലത്തൊക്കെ സംഭവിക്കുന്നത് ഇപ്പൊ തന്നെ നമ്മൾ അനുഭവിച്ചാൻ തുടങ്ങുന്നു. മൂന്നാമത്തെ ഒരു കാര്യം ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളെ ഏതാണ്ട് 3.25 കോടി മനുഷ്യർ പുറത്താണ്, പുറം രാജ്യങ്ങളിലെ ഇന്ത്യക്കാർ 3.25 കോടി. അതിൽ ഏതാണ്ട് 1 കോടിയോട് അടുത്താണ് ഗൾഫ് രാജ്യങ്ങളിലുള്ളത്. UAE മാത്രം 44 ലക്ഷം പേരുണ്ട്. UAE മാത്രം. സൗദി അറേബ്യയിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 28 ലക്ഷം പേരുണ്ട്. അബുദാബിയിൽ മാത്രം 15 ലക്ഷം പേരുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരുടെയൊക്കെ ജീവിതത്തെ ഇത് ബാധിക്കും. ഇന്ത്യ ഗവൺമെന്റ് വലിയ കൺസേൺ എടുത്തിട്ടുണ്ട്. മോദി വളരെ താല്പര്യപൂർവ്വം ആ ഗവൺമെന്റുകളോട് സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റിനേക്കാൾ താല്പര്യം അവിടുത്തെ പ്രാദേശിക ഗവൺമെന്റുകൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ ആശാവഹമാണ് എങ്കിൽ പോലും എയർലൈൻ അടച്ചു കളഞ്ഞാൽ, വേറൊരു കാര്യം സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എയർലൈനൊക്കെ ഇറാന്റെ എയർ സ്പേസ് കടന്നു പോരണം. ഇറാൻ അടച്ചാൽ എയർലൈൻ അടക്കേണ്ടി വരും. ബാക്കി പിന്നെ ഏതെങ്കിലും വളഞ്ഞ റൂട്ടിലൊക്കെ പെർമിഷൻ എടുത്തൊക്കെ വന്നാൽ പാകിസ്ഥാനിൽ കൂടെ നമുക്ക് പോകാൻ അനുവാദമില്ല. പല പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല അതിനകത്ത് വലിയ തോതിൽ ചാർജ് വരും. ഇപ്പൊ തന്നെ ചാർജ് കൂട്ടി തുടങ്ങി. മുതലെടുക്കാൻ തുടങ്ങി. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. മോദി തന്നെ നേരിട്ട് ഇടപെട്ടിട്ട് ചർച്ചയ്ക്ക് ഇപ്പോൾ ഒമാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, യുദ്ധം വേണ്ട, ഇറാനോട് യുദ്ധം ചെയ്യരുതെന്ന് അമേരിക്ക വാൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ വാണിംഗ് ഇന്ത്യയും കൊടുക്കണം. തീർച്ചയായിട്ടും മേശപ്പുറത്ത് വരണം, ചർച്ച ചെയ്യണം. ഇന്ത്യ ഇതിലൊരു നിലപാടെടുത്തില്ല എന്നുള്ളത് ആണ് നമ്മളൊരു കൗതുകം ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്നത്. ഇന്ത്യ മുൻകൈ എടുക്കണം. ഇന്ത്യ ഇപ്പൊ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഇപ്പൊ ഇന്ത്യക്കാരുടെ ഒരു ഭാവിയും അവരുടെ ജീവനും മാത്രമാണ് പ്രൈമറി കൺസേൺ. അവരുടെ ഇൻട്രസ്റ്റിന് എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി തീർച്ചയായിട്ടും ഇടപെട്ടേ പറ്റൂ. അദ്ദേഹം അത് ബാധ്യത ഏറ്റെടുക്കുക തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതിൽ മാത്രമാണ് നമുക്ക് പ്രതീക്ഷ. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.